ഹലോ, ഞങ്ങളപ്പോൾ തെറാപ്പിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ ഓട്ടോ എത്തിയിട്ടില്ല. ഓട്ടോ വരാൻ വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പാറുവിന് ഒരു ആഹ്ലാദ പ്രകടനം കൂടുതലാണ് കേട്ടോ. അവൾക്ക് ഈ യാത്ര ചെയ്യാനും പുറത്ത് കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പൊസിഷനിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് പാറുവിനെ. ഇപ്പോൾ നടക്കാവുള്ള CR ഡെക്കിലാണ് കേട്ടോ തെറാപ്പിക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു 3-4 തവണയായിട്ടേ ഉള്ളൂ അവിടെ പോകാൻ തുടങ്ങിയിട്ട്. ആഴ്ചയിൽ 2 ദിവസം വീതം കിട്ടും. പാറുവിനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ? മുടി വെട്ടി ഞങ്ങൾ തലയിലുള്ള കാടും പടലൊക്കെ വെട്ടിത്തളിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ. മുടി പോയപ്പോൾ പാറുവിൻ്റെ മുഖമൊക്കെ ആകെ കൂടി ചെറുതായി കുഞ്ഞായതുപോലെ മെലിഞ്ഞൊട്ടിയതുപോലെ തോന്നുന്നു. മുടിയിലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ എന്താണെന്നറിയാം, അവളെ മുടി നല്ല തിക്കായതുകൊണ്ട് കുളിച്ചിട്ട് വെള്ളം പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ജലദോഷമൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ 4 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ പറ്റ വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നിന്ന് തളർന്നപ്പോൾ ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ടോ. ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. റോഡിൻ്റെ വക്കിലൊരു തെങ്ങിൻ്റെ മുരട്ട് പതുക്കെ ഒന്ന് ഇരുന്ന് നോക്കി. ഞങ്ങൾ ഇരിപ്പും നടത്തുമൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയതുകൊണ്ട് ഞങ്ങൾ അയൽവാസികളൊക്കെ കുശലം ചോദിക്കാൻ വേണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചേ അവിടെ വന്നവരാരോ അവിടെ ഇരിക്കുകയാണ്. അതാ ഞാൻ ഇങ്ങോട്ട് വരാതെ. അപ്പം വെറുതെ ഞാൻ വിചാരിക്കും എന്തെന്തോ. അപ്പോഴാണ് നിന്റെ തോന്നി വിളിച്ചപ്പോൾ സങ്കടം. പാറുമോളെ, അമ്മമ്മൻ്റെ മോളേടേ, അമ്മമ്മൻ്റെ